അള്ളാഹുവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെയും ധാരാളം പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് അള്ളാഹ്. പടച്ചോനെ, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നിന്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു മാപ്പാക്കി തരണമേ അള്ളാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നീ കബൂലാക്കണമേ അള്ളാഹ്. നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊട്ടാരക്കര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഇഫ്താർ സംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. പരിപാടിയിൽ പ്രമുഖ നേതാവ് അഡ്വക്കേറ്റ് പി ആയിഷ പോറ്റി മുഖ്യ പ്രഭാഷണം നടത്തി. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലെ സീറോ നഗറിലാണ് പ്രൗഢഗംഭീരമായ നോമ്പുതുറയും ഇഫ്താർ സംഗമവും അരങ്ങേറിയത്. ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ജനാബ് നൌഷാദ് യൂനുസ് സാഹിബ് നിർവഹിച്ചു. കൊട്ടാരക്കരയുടെ പ്രിയ നേതാവ് അഡ്വക്കേറ്റ് പി ആയിഷ പോറ്റി ഇഫ്താർ സംഗമത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുകയും സദസ്സിനെ അഭിസംബോധന ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം, അൽ ഉസ്താദ് ആഷിഖ് നാസിം, JSS ജില്ലാ സെക്രട്ടറി സുധാകരൻ പള്ളത്ത്, കോൺഗ്രസ് നേതാക്കളായ ബാബു സുൽഫിക്കർ, അഡ്വക്കേറ്റ് നെൽസൺ തോമസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കവി ശ്രീ സുജേഷ് ഹരിയും ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഈ മഹാസംഗമം ചരിത്ര വിജയമാക്കിയ എല്ലാവർക്കും സംഘാടകർ നന്ദിയും സ്നേഹാശംസകളും നേർന്നു. ഇനി കഹറയ്ക്ക് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ആ നോമ്പ് തുറക്കാൻ അല്പം വെള്ളം, പച്ചവെള്ളം കൊടുത്ത് നോമ്പ് കുറിച്ചാലും ആ നോമ്പ് പിടിച്ച പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. അതിൻ്റെ ഗൗരവം എത്ര ഭയങ്കരമാണ്. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മളിവിടെ ചെയ്യുന്നത്. അതിനകത്ത് പല സംഘടനകളുണ്ടാകാം, രാഷ്ട്രീയമായിട്ടുണ്ടാകാം, അല്ലാത്ത സംഘടന ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ ഉദ്ദേശശുദ്ധി എന്ന് പറയുമ്പോൾ ആ കൂടുന്നവർ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ നാലാ ഭാഗങ്ങളിലും ധാരാളമായി നടക്കുന്നു. ഇത് നമ്മൾ പഠിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. നമ്മുടെയൊക്കെ നേതാവായിരുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇത് നമ്മളെ പഠിപ്പിച്ചത്. വലിയ പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക വനിതാ ദിനമായി ആചരിക്കുന്നതാണ്. മാർച്ച് 8-ാം തീയതി ലോക വനിതാ ദിനമായി ലോകത്തെമ്പാടും ആചരിക്കുന്നതാണ്. കാരണം സ്ത്രീകളാണ് ശക്തി. നമ്മുടെ പ്രവാചകൻ തന്നെ സ്ത്രീക്ക് ഇസ്ലാമിൽ തുല്യസ്ഥാനം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മ ഇതിൽ നിന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി സാന്നിധ്യം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കാൻ എത്തിയത് കൊട്ടാരക്കരയുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ MLA, ഏറ്റവും ജനകീയായ MLA ശ്രീമതി ആയിഷ പോറ്റി മാഡമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടും നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മയിലും വിശിഷ്ടാതിഥി പങ്കെടുക്കുന്ന ശ്രീമതി ആയിഷ പോറ്റി അവർകളെ നമുക്ക് സ്നേഹാശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നല്ല സന്തോഷത്തോടു കൂടിയാണ് ഈ നോമ്പ് മുറിക്കലിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള ഈ ചടങ്ങിൽ, മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഈ സീറോ നഗറിൽ ഞാനും പങ്കെടുക്കുന്നത്. കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പക്ഷേ എന്നും നിങ്ങളോടെല്ലാമുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും നമ്മൾ ഇവിടെ, അദ്ദേഹം പറഞ്ഞല്ലോ, പ്രവാചകൻ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്ന 5 കാര്യങ്ങളെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ ദീർഘദിവസങ്ങളായിട്ട് 1 മാസമായിട്ടുള്ള റംസാൻ നൊയമ്പിൻ്റെ ആ നൊയമ്പ് മാസമാണിത്. എനിക്കും അറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത, ഞാൻ ഇതുവരെ പറയാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ LLBക്ക് പണ്ട് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ ആദ്യം എന്നെ ശാരദാ മിഷൻ ഹോസ്റ്റലിലാണ് അച്ഛൻ ആക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായി. അങ്ങനെ മുസ്ലിം അസോസിയേഷൻ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് മാറിയിരുന്നു ഒരു പകുതി സമയമായപ്പോൾ. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് പത്തനംതിട്ട താഴത്ത് വീട്ടിലെ സലീലയും അതുപോലെ വടകരയുള്ള റംല ബീവിയുമായിരുന്നു. ഇവർ രണ്ടും എൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു. 3 പേരാണ് ഒരു റൂമിലുള്ളത്. അപ്പോൾ ഈ നോമ്പ് നടപടികളൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. നോമ്പ് സമയത്ത് വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഈശ്വര വിശ്വാസത്തോടെ പഠിക്കാൻ പോകുമ്പോഴും ആ ത്യാഗപൂർണമായിട്ടുള്ള നോമ്പ് നോക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും അറിയാം. 5 നേരം നമസ്കരിക്കുന്നതും എല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. എൻ്റെ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും സുൽഫിക്കർ സലാമും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ യൂത്ത് ലീഗിലുണ്ടായിരുന്ന സമയങ്ങളിൽ ഈ പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റികൾ, യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ഇവിടെ പല പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു നല്ലൊരു മുനിസിപ്പൽ കമ്മിറ്റി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള
ദിനങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ സപ്പോർട്ടും ഈ പ്രദേശത്തുണ്ടാകും. ഞങ്ങളെല്ലാവരും ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം ഈ കമ്മിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, വളർന്നു വരുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.